ഹായ് ഗൈസ്, സോഷ്യൽ മീഡിയയിൽ കറന്റ് നടക്കുന്ന ഒരു ഫാൻ ഫൈറ്റ് ആണ് നസ്ലിൻ വേഴ്സസ് സന്ദീപ്. ആലപ്പുഴ ജിങ്കാനയ്ക്കും പടക്കളത്തിന്റെയും OTT റിലീസിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ സോഷ്യൽ മീഡിയ പോസ്റ്റിലും അതിന്റെ താഴത്തെ കമന്റ് ബോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫാൻ ഫൈറ്റ് കാണാൻ പറ്റും. ഇതിനെല്ലാം മുമ്പ് മലയാള സിനിമയിൽ വലിയൊരു ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് നിവിൻ വേഴ്സസ് DQ. കുറച്ച് വർഷം പിറകിലോട്ട് പോകണം, അതായത് ഒരു 2012 കാലഘട്ടം. ഇവരുടെയൊക്കെ ഒരു പ്രൈം ടൈം, നിവിന്റെ DQന്റെ ഒരു പ്രൈം എറ എന്ന് തന്നെ ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റും. 2012 തൊട്ട് 2017 വരെ ഇവരുടെ ഒരു പ്രൈം ടൈം ആയിരുന്നു. നിവിൻ സത്യത്തിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളാണ്. DQ ആണെങ്കിൽ ഒരു നെപ്പോ കൂടാണ്. പക്ഷേ പുള്ളിയുടെ തുടക്കകാലത്ത് പുള്ളിക്ക് ഒരുപാട് ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. അതെല്ലാം അതിജീവിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ രണ്ടാൾക്കാർ. ഇനി ഇവരെങ്ങനെ ഇത്രയും വലിയ സ്റ്റാർ ആയി നോക്കാം. 2010 വിനീത് ശ്രീനിവാസന്റെ മലർവാടിയിലൂടെ നിവിൻ വന്നത്. ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ കഥ പറയുന്ന സിനിമയായിരുന്നെങ്കിലും അതിൽ നായകൻ നിവിനായിരുന്നു. ആ സിനിമയിൽ നിന്ന് നിവിൻ എന്നൊരു സ്റ്റാറും ഉണ്ടായി, അതുപോലെ തന്നെ അജു നിവിൻ എന്നൊരു കോംബോയും ഉണ്ടായി. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ കൂടെയാണ് DQവും വന്നത്. അത് 2012 സെക്കൻഡ് ഷോ എന്നൊരു സിനിമയിലായിരുന്നു. ആ സിനിമയിൽ നിന്നും ദുൽഖർ എന്നൊരു നായകനും ഉണ്ടായി, അതുപോലെ തന്നെ ദുൽഖർ സണ്ണിവേൻ എന്നൊരു കോംബോയും ഉണ്ടായി. പക്ഷേ ഇവരുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം 2012 ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ രണ്ടുപേരുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പുറത്തിറങ്ങി. ജൂൺ 29 DQന്റെ ഉസ്താദ് ഹോട്ടലും കറക്റ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം ജൂലൈ 6 നിവിന്റെ തട്ടത്തി മറയത്തും. രണ്ടും സൂപ്പർ ഹിറ്റ്, അതും രണ്ടും ട്രെൻഡ് സെറ്റർ ആയ പടം. അന്ന് ഉസ്താദ് ഹോട്ടലിലെ ടൈറ്റിൽ എഴുതി കാണിച്ചിരുന്നത് ഒരു ടയറിൽ ഒരു യെല്ലോ പെയിന്റ് ചെയ്ത് അതിൽ ഉസ്താദ് ഹോട്ടലിൽ നിന്നാണ്. ഇതന്ന് നാട്ടിലെ ക്ലബ്ബുകളിലൊക്കെ അവരുടെ പേര് ഇതേപോലെ ടയറിൽ എഴുതുമായിരുന്നു. സത്യമായി ഇതൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്ന കാലമാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ തട്ടം ഇത്രത്തോളം ട്രെൻഡ് ആക്കിയതും തട്ടത്തി മറയത്തുന്ന ഒരു സിനിമയാണ്. സത്യം പറഞ്ഞാൽ രണ്ടും ട്രെൻഡ് സെറ്ററും സൂപ്പർ ഹിറ്റും. അതുപോലെ തന്നെ ഇതിലെ മ്യൂസിക്, ഒരിടത്ത് ഗോപി സുന്ദർ, ഒരിടത്ത് ഷാൻ റഹ്മാൻ. പ്രൈം ഗോപി സുന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉദാഹരണമായി കാണിക്കാൻ പറ്റിയതാണ് ഈ ഉസ്താദ് ഹോട്ടലിന്റെ പ്ലേലിസ്റ്റ്. അന്യമായിരുന്നു ഇതിലെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തട്ടത്തിൽ രണ്ടും പക്ക സാധനങ്ങൾ. സോ ഈ രണ്ട് സിനിമകൾ ഇവരുടെ കരിയറിൽ വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. പിന്നീട് അതേ വർഷം തന്നെ നിവിൻ 2 സിനിമകളൊക്കെ ചെയ്തു. ഡാത്തടിയാന്നൊരു സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡിലും വന്നു. DQ ആണെങ്കിൽ തീവ്രം എന്നൊരു പടവും ചെയ്തു ആ വർഷം. അടുത്ത വർഷം ഇവരുടെ സിനിമകൾ ഒരു മാസത്തിന്റെ ഗ്യാപ്പിലാണ് വന്നത്. DQന്റെ ABCDയും അതുപോലെ തന്നെ അൽഫോൺസ് നിവിൻ കോംബോയിൽ വന്ന നേരോ, വീണ്ടും DQ സണ്ണിവിൻ കോംബോയിൽ വന്ന നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി. യൂത്തിന്റെ ബുള്ളറ്റ് ഇത്രയും ട്രെൻഡ് ആക്കിയതും അതുപോലെ തന്നെ ലോങ് റൈഡ് പോകാൻ അവരെ പ്രേരിപ്പിച്ചതും ഈ സിനിമയായിരുന്നു. ഇത് കണ്ടിട്ട് ബുള്ളറ്റ് എടുത്ത് ലോങ് റൈഡ് പോയതും മണാലിക്ക് ട്രിപ്പ് വിട്ടതൊക്കെ ഒരുപാട് പേരുണ്ട്. പിന്നീട് അതേ വർഷം തന്നെ ഇവർ 5 സുന്ദരികൾ എന്നൊരു സിനിമയിൽ ഒന്നിച്ചെത്തി. അതൊരു ആന്തോളജി സിനിമയായിരുന്നു. അതിൽ കുള്ളന്റെ ഭാര്യ എന്നൊരു സെഗ്മെന്റിൽ DQവും അതുപോലെ ഇഷ എന്നൊരു സെഗ്മെന്റിൽ നിവിനും എത്തി. വീണ്ടും അടുത്ത വർഷം നിവിന്റെ 1983 ഓം ശാന്തി ഓശാന, രണ്ടും സൂപ്പർ ഹിറ്റ് പടം. ആ വർഷം DQന്റെ ആയിട്ട് വന്നത് സംസാരം ആരോഗ്യത്തിന് ഹാനി വരുന്ന ഒരു സിനിമയാണ്. ബേസിക്കലി അതൊരു വെറൈറ്റി തീമുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇത്രത്തോളം വലിയ ഹിറ്റ് ഒന്നും ആയിരുന്നില്ല. പിന്നീട് DQന്റെ വിക്രമാദിത്യൻ, അതിൽ നിവിന്റെ ഒരു ക്യാമിയോയും ഉണ്ട്. അങ്ങനെ വീണ്ടും അവർ ഒന്നിച്ചൊരു സിനിമയിലെത്തി. അങ്ങനെ വർഷം 2015 എത്തി. സത്യം പറഞ്ഞ് ഇവരുടെ കരിയറിന്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്ന ഈ വർഷമാണ്. DQ മണിരത്നത്തിന്റെ നായകനായി OK കൺമണി ചെയ്തു. നിവിൻ തന്റെ സേഫ് സോണിൽ നിവിൻ അജു കോംബോയിൽ വടക്കൻ സെൽഫി. അതിനുശേഷം കേരളത്തിനകത്തും പുറത്തും മൊത്തം ട്രെൻഡിങ് ആയിട്ടൊരു സിനിമ ആൽഫോൺസ് പുത്രൻ നിവിൻ കോംബോയിൽ വന്ന പ്രേമം. പിന്നെ നടന്ന കാര്യം പറയണ്ടല്ലോ. ആ വർഷത്തെ ഓണത്തിന് ബ്ലാക്ക് ഷർട്ട് വാങ്ങാത്ത മലയാളികൾ എന്തായാലും കാണില്ല. ഇതേ വർഷം അവസാനത്തെ വന്ന DQന്റെ സിനിമയാണ് ചാർലി. അന്ന് ചാർലി പാൻസും ട്രെൻഡായിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ മീശ പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കാണാൻ പോയവരുടെ എണ്ണവും ചെറുതൊന്നുമല്ല. ഈ 2 സിനിമകൾക്ക് ശേഷം കേരളത്തിൽ ട്രെൻഡായ വേറൊരു കാര്യമുണ്ട്, താടി. അങ്ങനെ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ താടി ഒരു ചർച്ചാ വിഷയം വരെയായി ഈ സിനിമകൾ കാരണം. അങ്ങനെ താടി ഒരു അവിഭാജ്യ ഘടകമായി മാറി എന്ന് തന്നെ പറയാം. പിന്നീട് DQവിന്റെ കലി, കമ്മട്ടിപ്പാടം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ. നിവിന്റെ ആക്ഷൻ ഹീറോ ബിജു. പിന്നീട് രണ്ടുപേരും ഒരേ കഥയുള്ള ഏകദേശം ഒരേ തീമിൽ വന്ന 2 സിനിമകൾ ചെയ്തു. വിനീത് ശ്രീനിവാസന്റെ ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യം, മറ്റൊന്ന് സത്യനന്ദിക്കാടിന്റെ ജോമോന്റെ സുവിശേഷം. ഏകദേശം ഒരേ കഥയുള്ള സിനിമകളായിരുന്നു ഇവ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള നായകന്റെ കഥകൾ പറഞ്ഞ 2 സിനിമ, സഖാവും CIAയും. പിന്നീട് 2017 പറവയും സോളോയും വന്നു. നിവിൻ കൊച്ചുണ്ണിയും ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയും ചെയ്തു. അങ്ങനെ ഇവരുടെ മത്സരം 2017 വരെ ശക്തമായി പോയി. എന്നാൽ അതിനുശേഷം ഇവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിട്ടില്ല. കാരണം തൊട്ടടുത്ത വർഷം DQ മലയാളത്തിൽ പടങ്ങൾ ചെയ്തില്ല. പിന്നീട് വന്ന നിവിന്റെ പടങ്ങൾ വിജയിച്ചില്ല. അങ്ങനെ ഇവരുടെ കൺസിസ്റ്റൻസി ഇല്ലാതായി. 2017 ശേഷം ഇവർക്ക് കൺസിസ്റ്റന്റ് ആയി ഹിറ്റുകൾ കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. നിവിന്റെ പടങ്ങൾ പലതും പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ദുൽഖർ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പോയി. അങ്ങനെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു മത്സരം അല്ലെങ്കിൽ ഒരു പ്രൈം എറ അവിടെ എൻഡ് ചെയ്തു. 2012 തൊട്ട് 17 വരെ കൃത്യമായി ഒരു 5 വർഷക്കാലം നിലനിന്നിരുന്ന ഇവരുടെ ഒരു ഫാൻ ഫൈറ്റും ഇല്ലാതായി. പക്ഷേ ആ 5 വർഷം ഇവർ ചെയ്ത സിനിമകളൊന്നും ഇവരുടെ ഫാൻ ബേസ് കൊണ്ട് മാത്രം ഹിറ്റായവയല്ല. കണ്ടന്റ് വൈസും മേക്കിംഗ് വൈസും എല്ലാം വളരെ നല്ലതായിരുന്ന സിനിമകളല്ല. ഇന്ന് കണ്ടാലും റിപ്പീറ്റ് വാല്യൂ ഫീൽ ചെയ്യുന്ന സിനിമകളായിരുന്നു അന്ന് അവർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇത്രത്തോളം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഹിറ്റുകൾ നൽകിയ യൂത്തന്മാർ അന്നില്ലായിരുന്നു. ടൊവിയും ആസിഫും ഉണ്ണിയൊക്കെ അന്ന് സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും ടൊവി അന്ന് ചെറിയ ചെറിയ വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ഒക്കെ ചെയ്ത് വരുന്നൊരു സമയം. ആസിഫിന് ഇടയ്ക്ക് ഹിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിനൊരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. ഉണ്ണിക്കും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ 2012 തുടങ്ങിയ ഒരു മത്സരം 2017 ഇല്ലാതായി. പക്ഷെ ഇനി ഇവരുടെയൊക്കെ നല്ല പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയുള്ള വർഷങ്ങൾ ഇവരുടെ കാലമായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്കന്ന് ഇവരിൽ ആരെയായിരുന്നു ഇഷ്ടം, ഇവരുടെ ഫേവറേറ്റ് സിനിമകൾ ഏതാണ് എന്നുള്ള കാര്യം കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആവശ്യമുള്ള വീഡിയോയെ പറ്റി താഴെ കമന്റ് ചെയ്യൂ.